ഹരി ഓം കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ ശ്രീ കൽക്കി ദർശന പാഠങ്ങൾ രണ്ടാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ മതങ്ങളെക്കുറിച്ച് അല്പം കൂടുതലായിട്ട് പഠിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു മതത്തിലുമില്ല, ഞാൻ എല്ലാ മതത്തിനെയും ഒരുപോലെ കാണുന്ന ഒരാളാണ്. ഒന്നിനെയും ഞാൻ വെറുക്കുന്നില്ല, എല്ലാത്തിനെയും സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമുക്കറിയാം എത്ര മതങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെന്ന്. പ്രധാനപ്പെട്ട മതങ്ങൾ ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതമാണ്. ഇത് 3 ദൈവങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ബാക്കി ഭൂമുഖത്തുള്ള എല്ലാ മതങ്ങളും ഈ 3 കൂട്ടത്തിൽ വരുന്നതാണ്. ഈ മതങ്ങളെല്ലാം അവരവരുടെ ദൈവമാണ് സത്യമെന്നാണ് പറയുന്നത്. പക്ഷേ മതങ്ങളെന്ന് പറഞ്ഞാൽ വെറും മതങ്ങൾ മാത്രമാണ്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം മാത്രമാണ്. അവർ ദൈവങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നതേ ഉള്ളൂ, അത് സത്യമല്ല. ഒരൊറ്റ മതം പോലും ശരിയായ പാതയിലല്ല സഞ്ചരിക്കുന്നത്. കാരണം ശരിയായ പാതയെന്ന് പറയുന്നത് സത്യത്തിൻ്റെ പാതയാണ്. ആ സത്യം എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ് ജീവനുള്ള ദൈവങ്ങൾ. അല്ലാതെ വേറൊരു ദൈവവും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗത്തും ഇരിപ്പില്ല. ഭഗവാൻ എന്ന് പറയുന്നത്, പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന ഊർജ്ജമാണ്. അത് നമ്മളിലെല്ലാവരിലും ഉണ്ട്. സകല ചരാചരങ്ങളും തുല്യമായിരിക്കും. പക്ഷേങ്കിൽ നമുക്ക് ഭഗവാനെ അറിയണമെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ഭക്തിയാണ് ഭഗവാനെ അറിയാനുള്ള ഏക മാർഗം. ഭക്തിയിൽ വരാതെ നമ്മുടെ പ്രശ്നങ്ങളും പരിഹരിക്കത്തില്ല. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളെന്ന് പറയുന്ന പകുതി ദൈവവും പകുതി മനുഷ്യനും ആണ്. അതായത് പകുതി നരനും പകുതി നാരായണനുമാണ്. അപ്പോൾ നമ്മൾ ഈ നരനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നാരായണന് അവിടെ ശ്രദ്ധ കുറയും. ആ സമയത്ത് നമ്മുടെ ബാലൻസ് തെറ്റും. അതായത് നമ്മൾ ഭൗതികത്തിലേക്ക് കൂടുതൽ പോകുമ്പോൾ നമുക്ക് ആത്മീയത്തിൽ ഒട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. നമ്മളിതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ജീവിതം പോവുകയും ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് രോഗമുക്തരായിട്ട് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്നത് അതുതന്നെയാണ്. അപ്പം നമ്മൾ അറിയേണ്ടത് ഈ മതങ്ങൾ പറയുന്ന അല്ല ശരി. മതങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മതം ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മതം ഉണ്ടാകാൻ കാരണക്കാരായ മഹത് വ്യക്തികളെ, യേശു ക്രിസ്തുവിനെ പോലെ അദ്ദേഹം മതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് ശേഷമാണ് ക്രിസ്തുമതം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം ഇസ്ലാം മതം ഉണ്ടാകുന്നത് ശ്രീ മുഹമ്മദ് നബി തിരുമേനിക്ക് ശേഷമാണ്. അവരുടെ ഫോളോവേഴ്സാണ് ഈ മതമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ പല നല്ല കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവരും ഒന്നും ഫോളോ ചെയ്യുന്നില്ല. കാരണം അത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓരോ മനുഷ്യനും ഓരോ ദൈവങ്ങളാണ്. കാരണം ഭൂമിയിൽ മനുഷ്യൻ്റെ ബാലൻസ് എപ്പോഴും നിലനിർത്തിയേ പറ്റുള്ളൂ. 33% ദേവന്മാർ, 33% അസുരന്മാർ, 34% സാധാരണ മനുഷ്യർ. ഇങ്ങനെ ഒരു ഭൂമിയിലൊരു കണക്കുണ്ട്. അത് നിലനിൽക്കണമെങ്കിൽ എന്താ പറയുന്നത്, ഈ മതങ്ങൾ പറയുന്ന പോലെ തന്നെ കേട്ടാൽ അതൊരിക്കലും നടക്കത്തില്ല. ഇങ്ങനെ മതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് മതം പിരിഞ്ഞ് പല ഗ്രൂപ്പുകളായിട്ട് മാറുന്നത്. ഇപ്പം ക്രിസ്തു മതത്തിൽ തന്നെ എത്രയോ സഭകളുണ്ട്. ഇസ്ലാം മതത്തിലും അതിന് ഡിവിഷനുണ്ട്. അപ്പോൾ എല്ലാത്തിനകത്തും ഡിവിഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരാളുടെ അഭിപ്രായം സ്വീകാര്യമല്ലാതെ വരുന്ന സമയത്തിൽ ഇത് പിരിഞ്ഞ് പോവുകയാണ്. അപ്പം ഈ മതം പറയുന്നത് ഒന്നുമല്ല യഥാർത്ഥ സത്യം. നമ്മൾ മതങ്ങളിൽ നിന്നാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കാണാൻ പറ്റുകയില്ല, തിരിച്ചറിയാൻ പറ്റുകയില്ല. നമ്മൾ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയാൻ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. എന്നുവെച്ചാൽ ഇനിയും വരാൻ പോകുന്നത് അതിഭീകരമായ ദിവസങ്ങളൊക്കെയാണ്. കാരണം ലോകാവസാനം, അതായത് കലിയുഗത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. വരാൻ പോകുന്ന ലോകമഹായുദ്ധങ്ങളും ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അവിടെ നമുക്ക് ഈ 33 കോടി ദൈവങ്ങളൊന്നും നമ്മുടെ തുണയ്ക്ക് വരത്തില്ല. ലോകത്തിൽ ഒരു മനുഷ്യനും നമുക്ക് തുണയ്ക്ക് വരത്തില്ല. നമുക്ക് തുണ നമ്മൾ മാത്രം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ അനുഗ്രഹം കിട്ടും. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുന്നതുകൊണ്ടുള്ള ഗുണം. നമുക്ക് പേടിയില്ല, ഒന്നിനെയും കുറിച്ചൊരു ഭയമില്ല, നാളെയെക്കുറിച്ച് ചിന്തയില്ല. എനിക്ക് ലോകത്തിലൊരു വസ്തുവിനെയും അത് കുഞ്ഞുനാൾ തൊട്ടേ ഭയമില്ല. കാരണം ഭക്തി ഉള്ളതുകൊണ്ട്, ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധമുണ്ട്. പിന്നെ നമ്മൾ ഭയക്കുന്ന എന്തിനാണ്? നമ്മൾ ഭയക്കേണ്ട ഒരേ ഒരു കാര്യത്തെ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർമ്മങ്ങളെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയല്ലെങ്കിൽ നമ്മൾ ഭയക്കണം. നമ്മൾ ആരും ഉപദ്രവിക്കുന്നില്ല, നമ്മൾ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല, ആരുടെ ഒരു വസ്തു ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാം. നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? നമ്മൾ ഭയക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമല്ലെങ്കിൽ മാത്രം നമ്മൾ ഭയന്നാൽ മതി. അപ്പം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ശുദ്ധമാക്കണം. അപ്പോൾ ഓർക്കുക, ഈ മതങ്ങളെന്ന് പറയുന്നത് അത് പറയുന്ന ഒന്നുമല്ല സത്യം. അത് വെറും അഭിപ്രായമാണ്. കാരണം ഈ പൊട്ടക്കണ്ണൻ ആനയെ കണ്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പൊട്ടക്കണ്ണന്മാർ, അന്ധന്മാർ കണ്ടപ്പം ചിലർ അതിൻ്റെ കാല് തൊട്ടപ്പം പറഞ്ഞു അത് തൂണ് പോലിരിക്കുന്നെന്നും, വാലെ തൊട്ടപ്പം ചൂല് പോലിരിക്കുന്നെന്നും, പിന്നെ അതുപോലെ എന്താ പറയുക, അതിൻ്റെ ചെവി തൊട്ടപ്പം മുറം പോലിരിക്കുന്ന, അങ്ങനെ പല അഭിപ്രായമാണ്. മതം എന്ന് പറഞ്ഞ അഭിപ്രായമാണ്. ഈ മതങ്ങൾ പറയുന്ന ഒന്നും ശരിയല്ല.
ഈ പറയുന്നതേ ശരിയല്ല. പക്ഷെ ഇത് എനിക്ക് കിട്ടിയ ആത്മദർശനത്തിൽ കൂടെ ഞാൻ എനിക്ക് പ്രപഞ്ചനാഥനായ നമ്മുടെ എല്ലാം പിതാവായ നാരായണൻ അറിയിച്ചു തന്ന അല്ലെങ്കിൽ കാണിച്ചു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ വിശ്വസിക്കണമെന്നോ വിശ്വസിക്കേണ്ടെന്ന് എനിക്ക് യാതൊരു പരാതിയില്ല. കാരണം ഞാനിത് ഒന്നും നേടാൻ വേണ്ടിയല്ല യൂട്യൂബിൽ വന്നിട്ട് പോസ്റ്റ് ഇടുന്ന. കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ യൂട്യൂബിലുണ്ട്. ഞാനതൊന്നും ആക്റ്റീവ് ആയിട്ടില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞു, നിൻ്റെ സമയമായി, നീ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, നിനക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്, അത് നീ ചെയ്യുക. അത് ചെയ്തുകൊണ്ട് ഞാൻ ജീവിതകാലം മൊത്തം ഇവിടെ നിൽക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോരും. മിക്കവാറും ഈ മാസം 31-ാം തീയതി കൊണ്ട് എൻ്റെ വർക്ക് യൂട്യൂബിൽ കഴിയും. ഞാൻ പൈസയ്ക്ക് വേണ്ടി ഒന്നുമല്ല യൂട്യൂബിൽ വന്ന് എൻ്റെ അറിവ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മതങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. മതം പറയുന്നത് ശരിയല്ല എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവരവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ, അവരതുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേങ്കിൽ ഈശ്വരനെ അറിയണമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രപഞ്ചനാഥനായ ഭഗവാൻ നാരായണനെ അറിയണമെങ്കിൽ ഈ മതത്തിൻ്റെ വഴിയിൽ കൂടെ പോയാൽ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സഹോദരത്തിൻ്റെയും അഹിംസയുടെ ഒക്കെ വഴി നമ്മുടെ മനസ്സിൽ തുറക്കണം. അത് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകരുത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക, ആരോടും വൈരാഗ്യം വെച്ച് പുലർത്താതിരിക്കുക. മനസ്സിൽ സ്നേഹം ഏറ്റവും ഉണ്ടാവണം. അതുതന്നെയാണ് ഭക്തി. നമ്മുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഭക്തി ഉണ്ടാകുമെന്നാണ്. അതുപോലെ നമ്മൾ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യാതെ ഒരിക്കലും നമ്മൾ അടങ്ങിയിരിക്കരുത്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും കർമ്മനിരതമായിട്ട് നമ്മൾ ഇരുന്നേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല വഴിയിൽ കൂടെ സഞ്ചരിച്ചാൽ നമുക്ക്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടും. അപ്പം വരാൻ പോകുന്ന ദുരന്തങ്ങളിൽ നിന്നെല്ലാം നമുക്കതൊരു രക്ഷയാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് എനിക്കിന്ന് പറയാനുള്ള. നന്ദി, നമസ്കാരം.